Good day all. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ പ്രൊപ്പോർഷൻ ഓഫ് എ ബൈനോമിയൽ പോപ്പുലേഷൻ. അതായത് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദി പ്രൊപ്പോർഷനാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ സാമ്പിൾ എടുക്കുന്നു. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് n ആണ്. എടുക്കുന്നത് ബൈനോമിയൽ പോപ്പുലേഷനാണ്. പാരാമീറ്റർ എന്ന് പറയുന്നത് n-ഉം p-യും ആണ്. ഇവിടെ n നോൺ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് വേണ്ടത് p എന്ന് പറയുന്നത് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് കണ്ടുപിടിക്കുന്നത്. പി ബാർ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ പ്രൊപ്പോർഷനാണ് പി ബാർ എന്ന് പറയുന്നത്. ഈ പി ബാർ എന്ന് പറയുന്നത് x/n ആണ്. അപ്പം ഇവിടെ ഈ ടെക്സ്റ്റിൽ ടി എന്ന് ആണ് എടുത്തേക്കുന്നത്. ടി എന്ന് അവർ അസ്യൂം ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി Z∝/2 നമ്മൾ ഇടുന്ന രീതി നമുക്ക് എടുക്കാം. അപ്പോൾ എഴുതുമ്പം ഇടുന്ന രീതിയിൽ തന്നെ എഴുതിയാൽ മതി. അപ്പം കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ. അപ്പം നമ്മളിവിടെ Z=2 എടുക്കുന്നത് പി ബാർ മൈനസ് പി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ n എന്ന രീതിയിലാണ് Z=2 എന്ന രീതി എടുക്കുന്നത്. ഇത് ഫോളോ ചെയ്യുന്നത് പി ബാർ മൈനസ് പി ബൈ റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ n ഫോളോ ചെയ്യുന്നത് എന്താണ്? നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം ഈ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പോപ്പുലേഷൻ പാരാമീറ്ററായ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ പിയുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കണം. അപ്പം അതായത് ഇപ്പോൾ ഇവിടെ Z എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് Z=2 പി എന്ന് പറയുന്നത് എന്താണ്? പി ബാർ മൈനസ് പി റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ n. പി ബാർ മൈനസ് പി റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ n. നമുക്ക് ഈ പിയുടെ പി എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്കാണ് എന്താണ് ഇത് ഫോളോ ചെയ്യുന്നത്? എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നേരത്തെ ചെയ്ത കണക്ക് പ്രോബബിലിറ്റി ഓഫ് എന്താണ്? മോഡ് Z< Z∝/2 എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ആയിട്ട് എടുക്കുന്നു. പി ഓഫ് നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് Z∝/2 Z∝/2 എന്താണ്? ആൽഫ. പി ഓഫ് മൈനസ് Z∝/2 എന്താണ്? ഇതിട്ട് കൊടുക്കുന്നു. അതായത് പി ബാർ മൈനസ് പി ബൈ റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ n Z∝/2 ആൽഫ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ എന്താണ്? പി ആണ് എന്ത്? പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഇതിനെ നടുക്ക് നിർത്തിയിട്ടുണ്ട്. മറ്റ് ടേംസിനെ ലെഫ്റ്റിലും റൈറ്റിലും കൊണ്ട് പോയി ചെയ്യുക. ഓക്കെ. അപ്പം കിട്ടും പി ഓഫ് ഇവിടെ നമ്മൾ ഈ ടേം പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എന്നിനെ ലെഫ്റ്റും റൈറ്റിലോട്ടും കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? മൈനസ് Z∝/2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ n പി ബാർ മൈനസ് പി എന്താണ്? Z∝/2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ 1 മൈനസ് പി ബാർ ബൈ n എന്തെന്ന് വരും? ആൽഫ എന്ന് വരും. ഇനി വേണ്ടത് എന്താണ്? ഈ പി ബാറിനെ ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്യുക? കൊണ്ട് പോവുക.
അപ്പോൾ എന്ത് വരും? പി ഓഫ് ഈ പി ബാറിനെ കൊണ്ടുവരും മൈനസ് ഇസഡ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് പി ബാർ 1 മൈനസ് പി ബാർ ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ബാറിന് ഇവിടെ കൊണ്ടുവരണം അല്ലേ? പി ബാറിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് വരും? മൈനസ് പി ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ 1 മൈനസ് പി ബാർ ബൈ എൻ ഇസ് ഈക്വൽ ടു ആൽഫ എന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് പി ആണ്, നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് പി ആക്കണം. പ്ലസ് പി ആക്കുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യും? തിരിഞ്ഞ് വരും. അപ്പം എഴുതാം പി ഓഫ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും അല്ലേ? ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ പ്ലസ് പി ബാർ ആവും. ഇൻഇക്വാളിറ്റി മാറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് പി പ്ലസ് പി ആവും. ഇത് ഇൻഇക്വാളിറ്റി മാറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ഇവിടെ എന്താവും? ഇവിടെ ഒരു ഇവിടെ മൈനസ് പി ബാർ എഴുതിയില്ലായിരുന്നു. ഓക്കെ, മൈനസ് പി ബാർ ഈസ് ഈക്വൽ ടു ആൽഫ. ഓക്കെ, അടുത്തെന്ത് വരും? പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്താവും? മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ആവും റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ. ഇവിടെ മൈനസ് പി ബാർ എന്താവും? പ്ലസ് പി ബാർ ആവും ഈസ് ഈക്വൽ ടു ആൽഫ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നേരെ എഴുതാം? അതായത് പ്രോബബിലിറ്റി ഓഫ് ഇത് ഫസ്റ്റ് ടൈമായിട്ട് എഴുതാം. എന്തുവരും? പി ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ 1 മൈനസ് പി ബാർ ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? പി ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു എന്ത് റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ ഈസ് ഈക്വൽ ടു ആൽഫ. അപ്പം നടക്ക് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. അപ്പം പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ത് കിട്ടി? എന്തെഴുതാം? പി ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ കോമ പി ബാർ ആണ് പി ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ 1 മൈനസ് പി ബാർ ബൈ എൻ. അപ്പോൾ ഇതാണ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ്. അതായത് പി ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ 1 മൈനസ് പി ബാർ ബൈ എൻ കോമ പി ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ. ഇവിടെ ടി ആൽഫ ബൈ 2 ആണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ മാറ്റി ഇസഡ് ആൽഫ ബൈ 2 എഴുതുക. അത് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ലാസ്റ്റിൽ കിട്ടുന്നത്. അപ്പം നമുക്കെൻ്റെ പ്രോബ്ലം നോക്കാം. In a sample of 20 person from a town, it was seen that 4 are suffering from TB. Find a 95% confidence interval for the proportion of TB patients in a town. അപ്പം ഇവിടെ ഇസഡ് ആൽഫ ബൈ 2 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇസഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? 20 ആണ് എൻ എന്ന് പറയുന്നത്. അത് എത്ര പേർക്ക് ടി ബി ഉണ്ട്? 4 പേർക്ക്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്.
അങ്ങനെയാണെങ്കിൽ 95% കോൺഫിഡൻറ്റ് ഇൻ്റർവൽ ഫോർ പ്രൊപ്പോർഷൻ ഓഫ് ടി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണ് ഫോർമുല എന്താണ്? പി ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ. അപ്പം പി ബാർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി ബാർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബൈ എൻ. എക്സ് എന്താണ്? 4 ആണ്. 4/20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പി ബാർ കിട്ടും. ബാക്കി വാല്യൂ നമുക്കറിയാം. പി ബാർ കിട്ടി. ഇവിടെ ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുമ്പോൾ 95% കോൺഫിഡൻസ് ഇൻ്റർവലാണ്. നമ്മൾ അറിയാം 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ആകുമ്പോൾ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എന്താണ്? 1.96 ആണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. 1.96 ആണ്. ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും, ഫൈനൽ റിസൾട്ട് കിട്ടും. അതായത് 0.025, 0.375. അപ്പം പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ഇട്ടുള്ള ചോദിക്കുമ്പം ഇതാണ് എഴുതേണ്ടത്. ഇതിൻ്റെ ഡെറിവേഷനും ചോദിക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബ്ലംസും ചോദിക്കും.